തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടിയിട്ട് ഇന്ദിരാഭവനിൽ കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നില്ല, പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്നിരുന്നു. അതിനുശേഷം അവർ KPCC ആസ്ഥാനത്തേക്ക് പോവുകയും അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തി. അത് എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇടതും വലതും കൊമ്പ് കോർത്തിരിക്കുന്ന ഒരു സമയം. ഹിന്ദി സമൂഹ മാധ്യമങ്ങൾ ഈ പറയുന്നവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് BJP രാജീവ് ചന്ദ്രശേഖരനാണ് അവിടെ പോയിട്ട് KPCC ഓഫീസിനുള്ളിൽ കയറി ചർച്ച ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അത് ചിലപ്പോൾ വോട്ട് മറിക്കാനാണ് എന്നൊക്കെ. ഇനി രണ്ടാമത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വോട്ട് മറിക്കാനുള്ള ചർച്ച അവർ ഇവിടെ നിന്നില്ല. അവർക്ക് ദുബായ് ഉണ്ട്, ലണ്ടൻ ഉണ്ട്, കൊളംബോ ഉണ്ട്, അബുദാബി ഉണ്ട്. ഇവിടെയൊക്കെയാണ് അവർ ചർച്ച ചെയ്യുക. ഇവിടെ ഓപ്പണായി ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ആളുകൾ മണ്ടന്മാരായതുകൊണ്ട് ഈ മണ്ടന്മാരായിട്ട് നിങ്ങൾ മീഡിയ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളിതൊക്കെ പറയും. അതൊക്കെ അത്രയേ ഉള്ളൂ. അത് നല്ലൊരു CPMനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജസ്റ്ററാണ്. കാരണം ഈ CPMമാർക്ക് ഒരു ഒടക്ക് സുഖമാണ്. മറ്റാളുകൾ മരിച്ചാൽ പോവില്ല. വലിയ നേതാക്കന്മാരൊക്കെ പോകുന്നല്ലാതെ പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മാത്രമേ മനുഷ്യന്മാരായി കണ്ടുള്ളൂ. ബാക്കിയെല്ലാം അവർ വേറെ അന്യഗ്രഹ ജീവികളാണ്. അങ്ങനെ പ്രശ്നം. ഇത് വലിയൊരളവ് വരെ മാറ്റിയ പിണറായിയാണ്. ഇതിൻ്റെയൊക്കെ ആശാനം കൂടിയായിരുന്നു പിണറായി. കാരണം മുപ്പര് ആ ഒരു ട്രെയിനിങ് കിട്ടി വന്നുകൊണ്ട്. പക്ഷേ അത് വലിയ അളവ് വരെ മാറ്റിയത് അദ്ദേഹമാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ഭവനിൽ പിണറായി പോകുകയെന്ന് വെച്ചാൽ, ഇന്ദിരാഭവനിൽ പിണറായി പോകുകയെന്ന് വെച്ചാൽ അതൊരു രാഷ്ട്രീയം അങ്ങനെ നടക്കും. പക്ഷേ നമ്മൾ മനുഷ്യന്മാരായി തന്നെ കാണണം. നമ്മളിപ്പോൾ അങ്ങനെയല്ലേ. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ വീട്ടിൽ ഇന്ന് സംസാരിക്കും പ്രധാനപ്പെട്ട ആളുകളൊക്കെ അല്ലേ. അങ്ങനെയല്ലേ സംഭവിക്കും. അങ്ങനെയല്ലേ വേണ്ടത്. വെറുതെ ആളുകളെ ഞങ്ങൾ 24 മണിക്കൂർ ബോക്സർമാരെ മുഹമ്മദ് അലിയും ജോഫ് റസീറും അല്ല മൈക്ക് ടൈസണും ലെനക്സ് ലൂയിസൊക്കെ ബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ വന്ന് പത്രസമ്മേളനം നടത്തി അവിടെ അടിയുണ്ടാക്കിയത്. ഞാൻ നിന്നെ തിന്ന് കളയും, ഞാൻ നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് അടിയുണ്ടാക്കിയിട്ടുണ്ട് വരും. അതേപോലെ ചെയ്യേണ്ട ഒരു എന്താ പറയുക, സ്റ്റേബിൾ ബോയ്സിനെ പോലെ പെരുമാറേണ്ടവരല്ലല്ലോ രാഷ്ട്രീയക്കാർ. അവർ സമൂഹത്തിൽ നമ്മളൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കേണ്ട ആളുകളാണ്. അത് ഇപ്പോൾ അവിടെ ഒരു ചർച്ചാ വിഷയം വരുന്നത് മരണ ചടങ്ങിന് പങ്കെടുത്തു, പക്ഷെ അവിടെ നിന്ന് സംസാരിക്കാം. അതിനുശേഷം ഒരു സ്വകാര്യ മുറിയിൽ പോയിരുന്നുള്ള സംഭാഷണം. പിന്നെ അവർക്ക് പല കാര്യങ്ങളും സംസാരിക്കണം. അവർ കേരളത്തെ രാഷ്ട്രീയത്തെ നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് തീരുമാനിക്കുന്ന ആളുകളാണ്. ഞാനും രഞ്ജിനിയൊക്കെ ജീവിക്കണോ എപ്പം മരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പടച്ചോൻ കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. ഇവർ വിചാരിച്ചാൽ നമ്മളെ ജീവിപ്പിക്കാൻ പറ്റും, നമ്മളെ കൊല്ലാനും പറ്റും. ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടാവും. അങ്ങനെ ചർച്ച ചെയ്യാൻ അവർ ഈ വിവരമില്ലാത്ത നാട്ടുകാരെ മുന്നിൽ നിന്ന് ചർച്ച ചെയ്യാൻ പറ്റും. അവരെ വേറെ അർത്ഥത്തിലെടുക്കുക. കൻ വി ഹാവ് എ ഡ്രിങ്ക് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജനിയോട് ചോദിച്ചു കഴിഞ്ഞു. ഞാൻ വെള്ളമടിക്കുന്ന ആളല്ല, രജനിയും വെള്ളമടിക്കുന്ന ആളല്ല. പക്ഷേ വിവരമില്ലാത്ത ഒരുത്തം കേട്ടാൽ ഡ്രിങ്ക് വെള്ളം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സർബത്ത് കുടിക്കുന്ന കാര്യമായിരിക്കും. കൻ വി ഹാവ് എ ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഒരു സർബത്ത് കുടിക്കുന്ന കാര്യമായിരിക്കും. നാട്ടുകാരെന്താ വിചാരിക്കും? അതാണ് സംഭവം. അപ്പോൾ അവിടെ എല്ലാ കാര്യവും അവിടെ അങ്ങനെ സംസാരിക്കാൻ പറ്റും. നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ടുള്ള ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരാമർശങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടെ. പക്ഷേ പേഴ്സണലി അവർ തമ്മിൽ ഈ പറയുന്ന ഈ പൊതുവേ ഉള്ള ജനങ്ങൾക്ക് പക്ഷെ അത് അറിയില്ലല്ലോ. ജനങ്ങൾ വീരക്കേടാ, ജനങ്ങൾ മാറ്റണം, അത്രേ ഉള്ളൂ. അത് CPM വലിയ രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അന്ന് ഇവരിങ്ങനെ മസ്ലിം പിടിച്ചു ആരും വലിയ ബന്ധമൊന്നുമില്ലാതാണ്. പക്ഷേ പിണറായി അത് മാറ്റുന്നുണ്ട്, നല്ല കാര്യമാണ്. ഗോവിന്ദ മാഷൊക്കെ പൊതുവെ അങ്ങനെ എല്ലാവരും നല്ല ബന്ധം. സുധാകരൻ കൂടി അവിടെ ഉണ്ടായിരുന്നു അല്ലേ, അതാണ് നല്ല കാര്യം. കാരണം സുധാകരൻ പിണറായി വിജയനും പരസ്പരം കണ്ടാൻ വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ പോലും സുധാകരൻ തിരിഞ്ഞ് മാറി എന്നുള്ള രീതിയിലൊക്കെ. അല്ല, ഇവർക്ക് രണ്ടുപേർക്കും പ്രായമായല്ലോ. പണ്ടത്തെ ഈ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തെക്കിലെത്തേണ്ട ഞങ്ങളുടെ പക വളരെ കൂടുതലാണ്. അത് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പക ഇങ്ങനെ മൂത്ത് വരും. ഇങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ മതി. കണ്ണൂരൊക്കെ ഓരോ ചെറിയ കാര്യത്തിന് കമൻ്റ് അടിച്ചതിൻ്റെയൊക്കെ പേരിൽ അയാൾ പിന്നെ നാട് വിട്ടേ കൊല്ലുമെന്ന് വിചാരിച്ചു. പിന്നെ 12 വർഷം കഴിഞ്ഞ് കാവിൽ ഉത്സവത്തിന് വന്നപ്പോൾ അവിടെ പ്ലാൻ ചെയ്ത് കൊന്നിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പകമുള്ളൊരു നാടാണ് നമ്മൾ. അപ്പം അതൊക്കെ അതിൻ്റെ ആശാമാരാണ് ഇവർ രണ്ടുപേരും. ആ പ്രദേശത്ത് നിന്ന് വരുന്നുണ്ട്. അതൊപ്പം പ്രായമായില്ലേ, ഒക്കെ മാറിയിട്ടുണ്ടോ? തിരിച്ചങ്ങോട്ടും അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അവരമ്പിൽ ഫൈറ്റ് ഉണ്ടായി, ഫിസിക്കലി ഫൈറ്റ് ഉണ്ടായിരുന്നു, അല്ലാതെ ഉണ്ടായിരുന്നു. അവരമ്പിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു, അവരമ്പിൽ വലിയ കുടിപ്പൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം അത് മാറിയെന്ന് തോന്നുന്നു. ഇപ്പം മാറിയിട്ടില്ലെങ്കിൽ സുധാകരനെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷേ ഉണ്ട് തന്നെ. സുധാകരൻ പ്രതിയായി ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ പലതും പ്രതിയായിട്ടല്ലല്ലോ. പക്ഷെ അത് വന്നിട്ടില്ല. സുധാകരൻ കൂളായിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊളിറ്റിക്കലി കൂടുതലുള്ള അനുയായികളുണ്ടല്ലോ. ഈ അനുയായികൾക്ക് ഇൻഡെപ്തായിട്ട് അതൊന്നും കാര്യം അറിയില്ലല്ലോ. അപ്പോൾ അവർ ആവേശം കൊള്ളിക്കാൻ ഈ പറയുന്നതിനെ മാതിരി ചില ഡയലോഗുകൾ അടിക്കും എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ. ഈ മറുഭാഗത്ത് നിന്ന് ചിന്തിച്ച സുധാകരനെ ഒരു KPCC അധ്യക്ഷൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ ഒരു ഉൾവലിയലായിക്കൂടെ? അതൊന്നുമല്ല. സുധാകരനെ മാറ്റി സുധാകരൻ പണ്ടത്തെ പോലെ കാര്യങ്ങൾ എന്താ പറയുക, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതാണ് കാര്യം.
അപ്പോൾ അദ്ദേഹം പിണറായിയെ പോലെ ഏകഛത്രാധിപതിയാണ് കോൺഗ്രസിലെങ്കിൽ അദ്ദേഹത്തിന് മാറ്റില്ലേ. അപ്പോൾ പിണറായി തന്നെ അദ്ദേഹത്തിന് ഈ ഏജ് ആയില്ലേ, അദ്ദേഹം ഇങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് നിന്ന ആളായതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ഈ സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ നിലനിർത്തിയ ഒരാളെന്ന രീതിയിലാണ്. അതായത് ഇപ്പോൾ അതിൽ ഗ്രിപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും പോകും. അല്ല പ്രായത്തിന് അതിന് വന്ന് ഇപ്പോഴേ അദ്ദേഹത്തിന് എടുത്തിട്ടേത് അദ്ദേഹം ശക്തനായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കണം, നിങ്ങൾ നിരന്തരം നിങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. നല്ല രഞ്ജിനി പിടിച്ച് അവർ തട്ടിക്കളയും. അത് അങ്ങനെയാണത്. രാഷ്ട്രീയം അങ്ങനെയാണ്. കെ കരുണാകരൻ ആരായിരുന്നു? ഒരു ആക്സിഡന്റ് അദ്ദേഹത്തിന്റെ വീഴ്ച പറ്റിയപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് തട്ടിക്കളഞ്ഞു കൂടെ. അങ്ങനെയെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. അൻവറിനെ കാണാൻ ചെന്ന രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആയിരുന്നു. LDF അതിനെതിരെ വലിയ തർക്കങ്ങൾ. അത് രാഷ്ട്രീയമല്ല. രാഹുൽ അവൻ പോയതിന് എന്താ പ്രശ്നം? അവൻ ചെയ്തെന്താണ്? ഒരു UDF അനുകൂലമായ രീതിയിൽ ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയത്. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ അൻവറാണ് അവിടെ എത്തിക്സ് കാണിക്കാതിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അൻവറിന് വേഗം എന്തൊക്കെ ലക്ഷ്യം ഞാൻ പറയാൻ കാരണം അത് നമ്മൾ തമ്മിൽ ഒരു സ്വകാര്യ ടോക്കാണ്. അതിൽ ഞാനോ ഇയാളോ അത് ഈ പറയുന്ന പോലെ രഹസ്യമായി പിന്നെ ഷൂട്ട് ചെയ്ത് പുറത്ത് കാണിക്കുന്നത് അത് ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്. അത് നിങ്ങൾ മറ്റെന്താ ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള തെളിവാണ്. അങ്ങനെ പൊതുവെ ആളുകൾ ചെയ്യാറില്ല. ഇവരൊക്കെ ഇലക്ഷൻ കൊണ്ട് പരസ്പരം കാണാറുണ്ട്, ചർച്ചകൾ നടത്താറുണ്ട്. പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തലേന്ന് അതും രാഹുലൊന്നും പറഞ്ഞിരുന്നില്ല. അൻവർ ഞങ്ങളുടെ തലവേദന അല്ലാതെ പറഞ്ഞിട്ടില്ല, അല്ല അധിക്ഷേപിക്കാനൊന്നും പോയിട്ടില്ല. അത് അൻവറിൻ്റെ സത്യത്തിൽ പറയാലോ, അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന വീടുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. അത് അൻവറിൻ്റെ ആ സ്വഭാവമാണ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുമ്പോൾ രാഷ്ട്രീയ ചേരി തിരിഞ്ഞ് വലിയ പോരാട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിനെതിരെ UDF പറയുമ്പോൾ, അൻവർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയുമ്പോൾ ഈ ഒരു സ്വകാര്യ മീറ്റിംഗ് അത് ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. കാരണം പൊതുജനങ്ങൾക്ക് ഒരു LDF വിരോധമുണ്ട്. അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ അതങ്ങനെ അല്ല, അതൊക്കെ മുമ്പായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള വിരോധമൊന്നുമില്ല. ഈ വിരോധമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കളിയിൽ പെട്ടുപോകുന്നത് അല്ല, ജനങ്ങൾക്ക് നല്ലൊരു ഉപദേശം കൂടിയാണ്. കാരണം നിങ്ങളിങ്ങനെ കിടന്ന് മോഹൻലാൽ മമ്മൂട്ടി പറയുന്നത് സഹോദരങ്ങളായ ഞങ്ങളുടെ പേര് നിങ്ങൾ കിടന്ന് അടിയുണ്ടാക്കരുത്. അത് സത്യമാണ്. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഫെയിമിലും ഒക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ അടി കൂടുന്ന അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. അത് താല്പര്യമുള്ള വേഗം നടന്മാരുണ്ടാവും. മോഹൻലാൽ മമ്മൂട്ടിക്ക് താല്പര്യമില്ല. അത് ഫാൻ ക്ലബൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊന്നും നിങ്ങൾ തല്ലുണ്ടാക്കുന്ന അവർക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം വരുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം 2020 സിനിമയിൽ മോഹൻലാൽ വരുമ്പോൾ ഒരു കൂട്ടര് ഭയങ്കര കയ്യടിയാണ്, വേറൊരു കൂട്ടര് കൂവും. മമ്മൂക്ക വരുമ്പോൾ ഒരു കൂട്ടർ ഭയങ്കര കയ്യടിയാണ്, വേറൊരു കൂട്ടർ കൂവും. എന്ത് വണ്ടത്തരാണത്? മനസ്സിലായില്ലേ? ഇനി വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? അടുത്തൊരു ടോക്ക് ഷോയിലല്ല ബിഗ് ബോസിലൊക്കെ വന്നെടുത്ത് ഉണ്ണിമൂന്നൻ്റെ കൂടെ ഷോയിൽ പങ്കെടുത്തിട്ട് ഉണ്ണിമൂന്നൻ എവിടെ കിടക്കുന്നു അവനെ എവിടെ കിടക്കുന്നു. ഇവൻ വരുമ്പോൾ കൈയടിക്കാൻ ഉണ്ണിമൂന്ന കൂവാൻ ആളെ ഏൽപ്പിച്ചത് ഞാൻ കേട്ടിരുന്നു. അത് ആലോചിച്ചു. അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യും. അതിൽ വലിയ കാര്യമൊന്നും. പക്ഷേ രാഷ്ട്രീയത്തിൽ എതിർകക്ഷികളുമായിട്ടുള്ള ഒരു സൗഹൃദം അത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിതെളിക്കാൻ കാരണമില്ല. നമുക്കറിയാം, ഒരു എതിർകക്ഷി ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു അത് അവിടെ പോരെ. അതല്ലാതെ 24 മണിക്കൂർ ഈ മസിലും പിടിച്ച് എതിർപ്പും കാണിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ആശയപരമായിട്ടല്ലേ എതിർപ്പ്, വ്യക്തിപരമായിട്ടല്ലല്ലോ. ഇപ്പം ഞങ്ങളവിടെയൊക്കെ CPM കുടുംബത്തിൽ കോൺഗ്രസ് കുടുംബം കല്യാണം കഴിക്കാറില്ലേ? ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ അങ്ങോട്ട് കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമല്ലല്ലോ, അത് രാഷ്ട്രീയമല്ലേ. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ഏരിയകളിൽ ഇത് ഈ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യക്തിപരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് പരസ്പരം മിണ്ടാതെ നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മാറ്റാൻ അത് അധികം കമ്മ്യൂണിസ്റ്റുകാരാണ്. കോൺഗ്രസ്സുകാർ കുറച്ചുകൂടി ലിബറൽ ആക്കാര്യത്തിൽ. അപ്പോൾ അത് മാറ്റാൻ പിണറായി അത് നല്ലൊരു ജസ്റ്ററാണ്. അത് കേരളം കണ്ടുപിടിക്കും. ശരിയാണ്. ഇപ്പോൾ ആശയപരമായിട്ട് അവർ പ്രതിഷേധിച്ചോട്ടെ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആശയപരമായിട്ടാണോ അല്ലയോ എന്നുള്ള അവർ ജസ്റ്റ് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അല്ല അത്രയേ ഉള്ളൂ. അതിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ക്ലാസ് പെട്ട ഇപ്പം ഞാനും ഇപ്പം എൻ്റെ അതേ നിലവാരമുള്ള ഒരാളും കൂടി കണ്ട പൊതുവെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അയാൾ JNU കാരണം നമ്മൾ അപ്പം JNU വിഷയം അവിടെ പോയിരുന്നോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അല്ല അങ്ങനെ തന്നെ ഉള്ളൂ. അവര് മനുഷ്യന്മാരാണ്. അല്ലെങ്കിൽ എന്താണ് പാർട്ടികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും. അഡ്ജസ്റ്റ്മെന്റുകളൊന്നല്ല, അവര് മത്സരമുണ്ട്, ചില സമയത്ത് അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടാകും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് അവർ ഇന്ദിരാമല്ല ഒക്കെ ജോലി എന്നാലും ആലോചിക്കുക. അത് ദുബായിലോ അല്ല കണ്ണൂരൊക്കെ അല്ല ഏതെങ്കിലും റിസോർട്ടിലോ നിങ്ങൾ ഏതെങ്കിലും വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലായിരിക്കും. അത് നിങ്ങൾ മഷിട്ട് നോക്കിയാലും കിട്ടുകയില്ല. അല്ല മൊസാദിനും കിട്ടാൻ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ മീഡിയ എന്ന് വെച്ചാൽ കാര്യം അറിയാതെ ആടുന്ന ആളുകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.